എല്ലാവർക്കും സുൽഫത്ത് വിൻഡറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ കൃഷിയിടത്തിലെ വിവിധ തരം മുളക് ചെടികളുടെ അടുത്താണ്. അപ്പൊ പല വെറൈറ്റിയിലുള്ള മുളക് ചെടികൾ നട്ടിട്ടുണ്ട്. എല്ലാം നമ്മ ചെടിച്ചട്ടിയിലാണ് നട്ടേക്കണത് കേട്ടാ. അപ്പൊ ഈ ചൂട് കാലത്ത് എന്ന് പറഞ്ഞാൽ മുളകിന് പറ്റിയ ഒരു കാലാവസ്ഥ ഒന്നല്ല. എന്നാൽ നമ്മ മുളക് ചെടികളെല്ലാം തന്നെ നട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ട മുളകിന്റെ തോട്ടം. ഒരുപാട് മുളകുകൾ നട്ടിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇത് നമ്മുടെ കണ്ട ചെറിയ കാന്താരി, ചെറുതെന്ന് വെച്ചാൽ തീരെ ചെറിയ കാന്താരി. ഈ കാന്താരിക്കാണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത്. കണ്ട മുളക് വളരെ ചെറുതായിരിക്കുള്ളൂ, പക്ഷെ ഇത് ഗുണം കൂടിയ കാന്താരിയാണ്. അപ്പൊ കണ്ട കാന്താരി മുളക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മുളക് ഉണ്ടാവും. മുളക് തൈകളൊക്കെന്ന് പറയുന്ന എല്ലാവരുടെ പ്രശ്നം എന്ന് വെച്ചാല് ഇങ്ങനെ പൂവിട്ട് വരുമ്പോഴത്തേനും മുരടിപ്പ് വരും. മുരടിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചെടി വളർച്ച പോയി ആകെ പ്രശ്നം വരും. അപ്പൊ പൂവിട്ട് ഇതേപോലെ കായ്ച്ചു തുടങ്ങിയാൽ പിന്നെ മുളക് ചെടിക്ക് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് മാത്രം മതി മുളക് കൃഷി ചെയ്യാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കൃഷിയാണ് കേട്ടോ മുളക് എന്ന് പറഞ്ഞാൽ. പല വെറൈറ്റിയിലുള്ള മുളകുകൾ കളക്ട് ചെയ്തിട്ട് മുളക് കൃഷി ചെയ്യാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന മുളകിന് ഭയങ്കര ടേസ്റ്റുമാണ്, അതെല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇത് നമ്മുടെ കാന്താരിയുടെ ചെറിയ വെറൈറ്റി കാന്താരിയാണ്. പിന്നെ കണ്ട നമ്മുടെ ഹൈബ്രിഡ് കാന്താരി. ഹൈബ്രിഡ് കാന്താരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല നീളത്തിലായിരിക്കുള്ളൂ മുളക്, എരിവൊക്കെ ഭയങ്കര കൂടുതലായിരിക്കുള്ളൂ. കണ്ട ഇതേപോലെ വലിപ്പമുള്ള മുളകുകളാണ് ഹൈബ്രിഡ് കാന്താരി. കണ്ട ഇത് നന്നായിട്ട് തന്നെ ഉണ്ടാവും. പിടിച്ച് കിട്ടിക്കഴിഞ്ഞാല് നല്ല രീതിയിൽ തന്നെ കായ്ക്കണതാണ്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ കണ്ട നമ്മ ഭാസ്കര മുളകും നട്ടിട്ടുണ്ട്. ഭാസ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മുളക് കണ്ട ഭയങ്കര ഉൽപാദനം കൂടിയ ഒരു വെറൈറ്റിയാണ് കേട്ടാ. ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. മുളക് നീളത്തിലുള്ള കണ്ട ഇതൊക്കെ മേപ്പോട്ട മുളക് നിക്കണത് കണ്ട ഇതേപോലെയാണ് കായ്ക്കണത്. അത്യാവശ്യം നല്ല നീളമുള്ള മുളകാണ് ഈ ഭാസ്കര മുളക്. പിന്നെ നമ്മുടെ സാധാ വെള്ളക്കാന്താരിയാണ് ഇത്. വെള്ളക്കാന്താരി എന്ന് പറഞ്ഞാല് നമുക്ക് പണ്ടൊക്കെ ഉള്ള നാടൻ വെള്ളക്കാന്താരി കണ്ട മുളക് നല്ല വലിപ്പമുള്ള മുളകായിരിക്കുള്ളൂ. അപ്പൊ ഭാസ്കര പോലല്ല, ഇതിന് എരിവ് കുറെ കൂടുതലായിരിക്കുള്ളൂ. ഭയങ്കര ടേസ്റ്റ് ആണ്, ഇഷ്ടം പോലെ കായ്ക്കും. കായ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കായ്ക്കും. അപ്പൊ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുളകായിരിക്കുള്ളൂ. പിന്നെ നമ്മുടെ കണ്ട ഈ നെയ്മുളക് എന്നൊക്കെ പറയൂലേ, നല്ല ചുളുക്കുള്ള നല്ല മുളകാണ് ഇത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുളകാണ്. കായ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതേപോലെ ഇഷ്ടം പോലെ കായ്ക്കും. കണ്ട നമുക്ക് വലിയൊരു ഈ രോഗങ്ങളൊക്കെ കുറഞ്ഞൊരു മുളകിന്റെ വെറൈറ്റിയാണ് കേട്ടാ. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു തൈ മതി, പിന്നെ നമുക്ക് മുളക് മേടിക്കാൻ കടയിലും പോകേണ്ട ആവശ്യമില്ല. അത്ര നല്ല മുളകാണിത്. നല്ല ചമ്മന്തി അരക്കാനും കറിയിലൊക്കെ ഇടാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളകാണ്. പിന്നെ ഇത് നമ്മുടെ ഭാസ്കര മുളക് തന്നെയാണ് കണ്ട. ഭാസ്കര മുളക് ഞാൻ കുറെ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്, ഭാസ്കര വെച്ചിട്ടുണ്ട്. ഇത് കണ്ട ഇത് വേറൊരു വെറൈറ്റി മുളകാണ് കേട്ടാ. ഇതെന്ന് പറഞ്ഞാൽ മുളക് കണ്ട ഇതേപോലെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ടാവും. പച്ച കളറിലുള്ള മുളകാണ്. പഴുത്ത് കഴിയുമ്പോൾ ചുവപ്പ് കളറും. ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. പിന്നെ നമ്മുടെ ബജി മുളക്, നമ്മ ബജിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണ മുളകാണ് കണ്ട. ഇതും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. ഇപ്പൊ ഇതിന് കണ്ട കുറച്ച് മുരടിപ്പൊക്കെ വന്നിട്ടുണ്ട്. നമ്മ അതിന് കഞ്ഞിവെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഹൈബ്രിഡ് കാന്താരി കണ്ട. ഹൈബ്രിഡ് കാന്താരിയും ഇതേപോലെയാണ് കണ്ട. നന്നായിട്ട് തന്നെ കായ്ക്കും. നമുക്ക് ചെറിയ ചട്ടി കണ്ട, ഇതൊക്കെ ചെറിയ ചട്ടിയിലാണ് നട്ടെങ്കിലും നന്നായിട്ട് തന്നെ കായ്ക്കുന്നുണ്ട്. ബജിമുളക് തന്നെയാണ് കണ്ടത്. അപ്പൊ ബജിമുളകൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കായ്ക്കണ ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇത് കണ്ട ഇതൊരു ഓർണമെന്റൽ മുളകാണ് കേട്ടാ. കണ്ട ഇതേപോലെയാണ് മുളക് ഇരിക്കണത്. ഇതും ഇഷ്ടം പോലെ കായ്ക്കും. ഇത് നല്ല ഭംഗിയാണ്. ഇത് വെള്ള കളറിൽ നിറച്ച് മുളകായിരിക്കുള്ളൂ. ഇപ്പൊ ഇതിനൊരു മുരടിപ്പൊക്കെ വന്നിട്ട് ഞാനത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മ ചാരം നമ്മ വെള്ളത്തിൽ കലക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇടക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ മുളകിന്റെ മുരടിപ്പൊക്കെ മാറിക്കിട്ടും. പിന്നെ നമുക്ക് തടത്തിലും ഒഴിച്ചു കൊടുത്തോ കേട്ടാ. അപ്പൊ മുളക് കൃഷി ചെയ്യണവരൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് മുളക് പറിച്ചെടുക്കാം. പിന്നെ ഇത് കണ്ട ഇതൊരു പൂ പോലെ ഇരിക്കണ മുളകാണ് കണ്ട. കാണാൻ നല്ല ഭംഗിയാണ് കണ്ട. നന്നായിട്ട് തന്നെ കായ്ക്കുന്നുണ്ട്. ഇതിപ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഈ വെറൈറ്റി നടണത് കണ്ട. ഇതേപോലെ മുകളിലോട്ട് നിൽക്കണ മുളക് തന്നെയാണ് ഇത് കണ്ട. ഇതേപോലെ നല്ലൊരു വൈറ്റ് കളറൊക്കെയാണ് മുളകിന്. പഴുത്ത കഴിഞ്ഞാല് കണ്ട
റെഡ് കളറൊക്കെയാണ്. ഇതും നമുക്ക് അത്യാവശ്യം മുളക് ഉണ്ടാവുന്ന വെറൈറ്റി തന്നെയാണ്. പിന്നെ ഇത് കണ്ട, ഇത് നമ്മ നേരത്തെ കാണിച്ച നമ്മുടെ വയലറ്റ് ചുളുക്കുള്ള മുളക് കണ്ട, അടിഭാഗം നല്ല പച്ചക്കളറും മുകളിൽ കണ്ട സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നല്ല വയലറ്റ് ആയിരിക്കുള്ളൂ. പിന്നെ ഇതേപോലത്തെ തന്നെ ഒരു പുതിയ വെറൈറ്റി മുളകാണ് കണ്ട. ഇത് കാന്താരി തന്നെയാണ്, പക്ഷെ ഇളം വയലറ്റ് കളറാണ് ഈ മുളകിന് കണ്ട. ഉണ്ടായി വരുമ്പോ ഇങ്ങനെ വെള്ള കളറൊക്കെ ആയിരിക്കുള്ളൂ, പക്ഷെ ഇതൊരു കാന്താരി മുളകാണ് കണ്ട. ഒരു പുതിയ വെറൈറ്റി കാന്താരി മുളകാണ്. ഇതിനും വലിയ ഈ കണ്ട മുരടിപ്പൊക്കെ കുറവാണ്. ചെടി നന്നായിട്ട് തന്നെ വളരുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ വയലറ്റ് കാന്താരിയാണ്, എന്നുവെച്ചാൽ നല്ല ബ്ലാക്ക് കളറിൽ. ഇത് ഫ്ലവർ ചെയ്യണുള്ളൂ കണ്ട, ഇതിന്റെ പൂക്കളൊക്കെ കണ്ടില്ലേ. ഇത് വയലറ്റ് നമ്മുടെ കാന്താരി മുളകാണ്. പിന്നെ ഇത് ജിമിക്കി കമ്മല് മുളകാണ് കേട്ടോ കണ്ട. ഇതിന്റെ അടിഭാഗം ഇതേപോലെയാണ് ഇരിക്കണ കണ്ട. ഇത് നല്ലൊരു വെറൈറ്റി തന്നെയാണ്, ഇഷ്ടം പോലെ കായുണ്ടാവണ വെറൈറ്റി തന്നെയാണ് കണ്ട. ഇത് നമ്മ നേരത്തെ കാണിച്ച നെയ്മുളകിന്റെ ഒക്കെ തന്നെ വേറൊരു വെറൈറ്റിയാണിത്. അപ്പൊ ഇതൊക്കെ ഞാൻ നട്ടേക്കണേന്ന് വെച്ചാൽ ചട്ടിയിലാണ്. പിന്നെ ഇത് നമ്മുടെ ബുള്ളറ്റ് മുളകാണ് ട്ടാ. ഇതിപ്പോ ഫ്ലവർ ചെയ്യുന്നുണ്ട്. ബുള്ളറ്റ് മുളകിന്റെ ഒരു 200ഓളം ചെടികൾ നമ്മ വെച്ചിട്ടുണ്ട്. അതേപോലെ സിറാമുളകും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഫ്ലവർ ചെയ്ത് വന്നുള്ളൂ. എല്ലാം തന്നെ ഞാൻ നട്ടേക്കണത് ചട്ടികളിലാണ്. ചട്ടികളിലാവുമ്പോ നമുക്ക് പരിചരിക്കാനായിട്ട് എളുപ്പമാണ്. പിന്നെ നമുക്കിത് മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ, പിന്നെ ഡെയിലി നനക്കണം കേട്ടോ ചട്ടികളിലൊക്കെ വെച്ച് കഴിഞ്ഞാല്. മുളക് ചെടികൾക്കൊക്കെ ക്ഷീണം പറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് ആ ചെടിക്ക് വളർച്ച കുറവായിരിക്കുള്ളൂ. പിന്നെ പൂവൊക്കെ കൊഴിഞ്ഞു പോകും. നമ്മ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് വിളവ് കിട്ടുകയുമില്ല. അപ്പൊ നമ്മ എപ്പോഴും മുളക് ചെടി വെച്ച് കഴിഞ്ഞാല് ചട്ടികളിലൊക്കെ വെക്കണോര് അത് ഡെയിലി നമ്മ നനക്കണം. 2 പ്രാവശ്യം. ഇപ്പൊ ഭയങ്കര ചൂടാണല്ല, അപ്പൊ നമ്മ രാവിലെയും വൈകിട്ടും ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് വേനൽക്കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മ കട്ടിയുള്ള ഒരു വളങ്ങളും നമ്മ ഇടണ്ട. നമുക്ക് സ്ലറി രൂപത്തിലുള്ള വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ മീൻ കഴുകണ വെള്ളം, കഞ്ഞിവെള്ളം, അരി കഴുകണ വെള്ളം, പിന്നെ പയർവർഗ്ഗങ്ങളൊക്കെ കഴുകണ വെള്ളമൊക്കെ നമ്മ ഒരു ബക്കറ്റിൽ ഒഴിച്ചു വെച്ചിട്ട് നമ്മ അതിന്റെ 2 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് വെള്ളത്തോടൊപ്പം തന്നെ വളവും കൊടുക്കുക. ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും. നമ്മ കട്ടിയുള്ള ഒരു വളങ്ങളും നമ്മ കൊടുക്കേണ്ട കണ്ട. ഇതൊക്കെ നമ്മുടെ സിറാമുളകിന്റെ തൈകളാണ്. ഇതൊക്കെ ഞാൻ ചട്ടികളിലാണ് നട്ടേക്കണത്. അപ്പൊ ചട്ടികളിൽ നടണേന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പരിചരണം ഞാൻ പറഞ്ഞില്ലേ, വളരെ എളുപ്പത്തിൽ നമുക്ക് പരിചരിക്കാം. ചെറിയ ചെറിയ ചട്ടികൾ കണ്ട, ഇത്രയുള്ള ചട്ടികളൊക്കെ മതി നമുക്ക് മുളക് തൈ നടാനായിട്ട്. ചില ചട്ടികളിലൊക്കെ 2 തൈയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ട. നമുക്ക് തൈ കൂടുതലായപ്പോ നമ്മ 2 തൈയൊക്കെ ഓരോ ചട്ടിയിലും വെച്ചിട്ടുണ്ട്. എല്ലാം ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ട. നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മ പരിചരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുളക് പറിച്ചെടുക്കാം. അപ്പൊ ഇതാണ്ട തക്കാളി മുളക്. അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു മുളക് തന്നെയാണ്. ഇനി രോഗങ്ങളൊക്കെ വളരെ കുറവാണ്. ഞാനിത് ചീര നട്ട ബാഗിലാണ് നട്ടേക്കുന്നത്. നട്ടിട്ട് കുറെ നാളുകളായി നമുക്ക് ഇങ്ങനെ കായ്ച്ചോണ്ടിരിക്കും. നമ്മ മുളക് പറിച്ചോണ്ടിരിക്കുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് തന്നെയാണ്. അപ്പൊ നമുക്ക് കണ്ട ഇങ്ങനെ വിവിധ ഇനം മുളകുകളൊക്കെ നമ്മ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റാണ്. നമുക്ക് കൊണ്ടാട്ടുണ്ടാക്കാനും ചമ്മന്തി ഉണ്ടാക്കാനും ഉപ്പിലിടാനും ഒക്കെ പറ്റിയ മുളകുകളാണ് ഇതെല്ലാനും. നല്ല ചിലതൊക്കെ ഒരു മുളക് മതി നമുക്ക് കറിയിലൊക്കെ ഉപയോഗിക്കാനായിട്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് മാത്രം മതി മുളക് കൃഷി ചെയ്യാൻ. നമ്മ പ്രത്യേകിച്ച് യാതൊരു വളങ്ങളൊന്നും പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഞാൻ പറയില്ല, നമ്മുടെ വീട്ടിലെ ഈ അരി കഴുകണതും മീൻ കഴുകണതും കഞ്ഞിവെള്ളം ഒക്കെ നമ്മ ഒരു ബക്കറ്റിൽ ഒഴിച്ചു വെച്ചിട്ട് ഒരു 3 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മ ചാരൂല്ലേ, ചാരം നമ്മ കലക്കി വെച്ചിട്ട് കുറച്ച് മഞ്ഞളിന്റെ പൗഡറും കൂടെ ഇട്ടിട്ട് അതിന്റെ തെളി എടുക്കുക. അടിഭാഗം എടുക്കരുത്. ആ തെളി എടുത്തിട്ട് നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ മുരടിപ്പൊന്നും ഉണ്ടാവൂല. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുളക് കൃഷി ചെയ്യാം. പിന്നെ വേനൽക്കാലത്ത് നമ്മ സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കലാ നല്ലത്. നമ്മ കട്ടിയുള്ള യാതൊരു വളങ്ങളൊന്നും കൊണ്ടുപോയി നമ്മ മുളക് ചെടിയുടെ തടത്തിൽ ഇടരുത്. പിന്നെ കറക്റ്റ് ആയിട്ട് നനക്ക. ചെടി വാടാനായിട്ട് ഇട കൊടുക്കരുത്. വാടണേക്ക് മുമ്പ് തന്നെ നമ്മ ചെടിക്ക് നനച്ചിരിക്കണം. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് മുളക് പറിച്ച് നമ്മ മടുക്കും. ഒരു തൈ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ മുളക് കിട്ടും. അപ്പൊ എല്ലാവരും മുളക് കൃഷിയൊക്കെ ചെയ്യണം.
നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച് ഉപയോഗിക്കുമ്പോ നമുക്കറിയാലോ അതിന്റെ ഒരു ടേസ്റ്റും അതിന്റെ ഒരു സന്തോഷവും ഒക്കെ വേറെ തന്നെയാണ്. പല തരത്തിലുള്ള മുളകുകളൊക്കെ ഇന്ന് നമുക്ക് നഴ്സറികളിൽ നിന്നും നമുക്ക് വിത്തുകളൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ എല്ലാവരും മുളക് കൃഷിയൊക്കെ ചെയ്യണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.